ലൈവ് എലിഫൻസായി ജീവനുള്ള ആനയെ കേരളാവിലെ ടെമ്പിൾസിലെ കാര്യമാ ടോർച്ചർ പണി വൂൺസെല്ലുള്ള നേരത്തിൽ എഴുന്നള്ളിച്ച് നിരവധി സ്ഥലത്തിലെ ആളുകളെ ആക്രമിക്കുന്നത്, ആനകൾ തമ്മിൽ അടികൂടുന്നത്, അത് ആനകൾക്കും നല്ലതല്ല, ആളുകൾക്കും നല്ലതല്ല. മറ്റു രീതിയിൽ സാധാരണ ഒറിജിനൽ ആനകളാകുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഭയം ഉണ്ടാകും. എങ്ങനെയാണ്, എന്താണ്, എപ്പോഴാണ് ഇതിൻ്റെ സ്വഭാവം മാറുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ റോബോട്ട് ആനകളാകുമ്പോൾ നമുക്ക് വളരെ ശാന്തമായി ഉത്സവാഘോഷങ്ങൾ നടത്താനും മറ്റുള്ള ആളുകൾക്കൊക്കെ അതിൽ ഭംഗിയായിട്ട് പങ്കെടുക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ കാഴ്ചയിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ വളരെ ഭംഗിയുള്ള ആനകൾ തന്നെയാണ് ഈ റോബോട്ട് ആനകൾ. ആനയ്ക്കാണ് നമുക്ക് കൂടുതൽ ഡിമാൻഡും കൂടുതൽ ഓർഡറും വരുന്നത്. അപ്പോൾ നമ്മൾ ആനയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യണ വർക്കിലൂടെ ആനകളെ സേവ് ആവണമെന്നുള്ളത് നമുക്കിപ്പോൾ പല അമ്പലങ്ങളിലേക്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മളൊരു എന്താ പറയുക, ആനയ്ക്ക് ബദലായിട്ടുള്ള സംഭവമായിട്ട് ഉണ്ടാക്കണമല്ല, നമ്മളുണ്ടാക്കണ ആർട്ട് വർക്ക്